ചരിത്രപാഠം എപ്പിസോഡ് 21 കോൺസ്റ്റാന്റിനോപ്പിൾ നഗരസ്ഥാപനം. ക്രിസ്തുമതത്തിൻ്റെ പുരോഗതിയിൽ അതീവ തൽപരനായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അതിമനോഹരമായ ദേവാലയങ്ങൾ എല്ലായിടത്തും, പ്രത്യേകിച്ച് ബിഥിനിയയിലെ നിക്കോമേദിയ, അന്ത്യോക്യ, ബിസാൻസിയം എന്നീ മെട്രോപോളിസുകളിൽ പണികഴിപ്പിച്ചു. ബിസാൻസിയത്തെ വളരെ വിപുലീകരിച്ചു. അധികാരത്തിലും ഭരണത്തിലുള്ള ഭാഗഭാഗിത്വത്തിലും അതിനെ റോമിന് തുല്യമാക്കി. റോമിനോട് കിടപിടിക്കുന്ന ഒരു പട്ടണമാക്കി ഇതിനെ ഉയർത്താൻ ചക്രവർത്തി തീരുമാനിച്ചു. ഈ പട്ടണമാണ് പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ പട്ടണം വിശാലമാക്കി അതിനു ചുറ്റും ഉയർന്ന കോട്ടകൾ കെട്ടി. റോമിൽ നിന്നും മറ്റു ചില പട്ടണങ്ങളിൽ നിന്നും ഉന്നതകുല ജാതരെ വരുത്തി അവിടെ പാർപ്പിച്ചു. ഈ പട്ടണത്തിന് പുതിയ റോമ എന്ന പേര് കൊടുത്തു. സാവധാനം ഈ പട്ടണം കോൺസ്റ്റാന്റിനോപ്പിൾ, കുസ്തീന്തീനോസ് പോളിസ് എന്നൊക്കെ അറിയപ്പെടാൻ തുടങ്ങി. ഗ്രീക്ക് ഭാഷയിലെ പോളിസിന് നഗരം എന്നും മെട്രോപോളിസിന് വലിയ നഗരമെന്നും കുസ്തന്തീനോസ് പോളിസിന് കോൺസ്റ്റന്റൈൻ്റെ നാമത്തിലുള്ള പട്ടണം എന്നും അർത്ഥം. സെനറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൗൺസിൽ രൂപീകരിച്ച് പുരാതന റോമാക്കാർക്കുള്ള ബഹുമാനവും അവകാശങ്ങളും ഈ കൗൺസിലിനും കൽപ്പിച്ചനുവദിച്ചു. തൻ്റെ നാമം വഹിക്കുന്ന നഗരത്തെ എല്ലാ കാര്യത്തിലും പുരാതന റോമിന് തുല്യമാക്കി. ദൈവസഹായത്താൽ ഈ പട്ടണം ജനസംഖ്യയിലും ധനസമൃദ്ധിയിലും മുൻപന്തിയിലെത്തി. ചക്രവർത്തിയുടെയും നഗരവാസികളുടെയും ഭക്തിയും ദരിദ്രരോടുള്ള സഹാനുഭൂതിയും ഔദാര്യവുമാണ് ഈ പട്ടണത്തിൻ്റെ മഹത്വത്തിന് കാരണമെന്ന് ചരിത്രകാരനായ സുസോമൻ എഴുതുന്നു. യഹൂദരായ നഗരവാസികളും ഏതാണ്ട് ഗ്രീക്കുകാർ മുഴുവനും മാനസാന്തരപ്പെടത്തക്ക വിധം അത്ര വലുതായിരുന്നു ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടിയുള്ള അവരുടെ തീക്ഷ്ണത. മതപരമായ വളർച്ചയുടെ കാലത്ത് ഈ നഗരം സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായപ്പോൾ മുതൽ ഇത് വിജാതീയ ബലിപീഠങ്ങളാലും ഗ്രീക്ക് അമ്പലങ്ങളാലും ബലികളാലും മലിനപ്പെട്ടില്ല. ജൂലിയൻ ചക്രവർത്തി വളരെ ചുരുങ്ങിയ കാലത്തേക്ക് വിഗ്രഹാരാധന പുനഃസ്ഥാപിച്ചെങ്കിലും അത് പെട്ടെന്ന് നിന്നുപോയി. അനേകം മനോഹര ദേവാലയങ്ങളാൽ ചക്രവർത്തി ഈ പുതിയ ക്രിസ്തീയ നഗരത്തെ ബഹുമാനിച്ചു. ചക്രവർത്തിയുടെ താല്പര്യം ദൈവേഷ്ടപ്രകാരമായിരുന്നു. നഗരത്തിലെ ഈ ദേവാലയങ്ങൾ പരിപാവനവും രക്ഷാകരവും ആണെന്ന് ദൈവിക വെളിപ്പെടുത്തലുകൾ വഴി മനുഷ്യർ ഗ്രഹിച്ചിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ പട്ടണത്തിൽ മിഖേലിയം എന്ന സ്ഥലത്ത് പണിത പള്ളിയാണ് ഏറ്റവും വലുതും മനോഹരവും. മിഖേലിയം എന്ന ഈ സ്ഥലത്തിന് പേര് കിട്ടാൻ കാരണം മിഖായേൽ മാലാഖ ഒരിക്കൽ അവിടെ പ്രത്യക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാലാണത്രേ. ഈ ദേവാലയത്തിൽ പല അത്ഭുതങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് സുസോമൻ തൻ്റെ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. ഇവിടെയാണ് പിന്നീട് അധികാരത്തിൽ വന്ന ജസ്റ്റീനിയൻ ചക്രവർത്തി അതിമനോഹരമായ ലോകപ്രശസ്തമായ ഹഗിയ സോഫിയ എന്ന ക്രൈസ്തവ ദേവാലയം പണിയുന്നത്. കോൺസ്റ്റന്റൈൻ മുതൽ ജസ്റ്റീനിയൻ വരെയുള്ള 20 റോമൻ ചക്രവർത്തിമാർ ക്രിസ്തുമതത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വ്യാപനത്തിനും ചെയ്ത കാര്യങ്ങളിൽ നിന്നും ദൈവം അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനുഷ്യരെ ഉപകരണങ്ങളാക്കുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.